നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഞാൻ ശരിക്കും ബുദ്ധിയുള്ളവനാണോ എന്ന്? സൈക്കോളജി പറയുന്നത് നമ്മുടെ IQ അളക്കുന്നത് വെറും പരീക്ഷകൾ കൊണ്ട് മാത്രമല്ല എന്നാണ്. നമ്മുടെ ഓരോ ദിവസത്തെയും ശീലങ്ങളാണ് നമ്മുടെ ബ്രെയിനിന്റെ യഥാർത്ഥ പാറ്റേൺ കാണിച്ചു തരുന്നത്. കുറഞ്ഞ ബുദ്ധിശക്തിയെ സൂചിപ്പിക്കുന്ന ശാസ്ത്രം കണ്ടെത്തിയ ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത് നിന്നെ ജഡ്ജ് ചെയ്യാനല്ല കേട്ടോ, മറിച്ച് കാര്യങ്ങൾ തിരിച്ചറിയാനാണ്. കാരണം ഈ തിരിച്ചറിവാണ് മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ പടി. ലോങ് ടേം ഗുണമുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് ഇപ്പോൾ കിട്ടുന്ന ചെറിയൊരു സന്തോഷത്തിന് പുറകെ നീ പോകാറുണ്ടോ? സൈക്കോളജിയിൽ ഇതിനെ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ ഫെയിലിയർ എന്ന് വിളിക്കും. വാൾട്ടർ മിഷേൽ നടത്തിയ പ്രസിദ്ധമായ മാഷ്മെല്ലോ ടെസ്റ്റ് തെളിയിച്ചത് കുറച്ചുനേരം കൂടി ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയുന്ന കുട്ടികളാണ് ജീവിതത്തിൽ കൂടുതൽ വിജയിക്കുന്നത് എന്നാണ്. എപ്പോഴും പെട്ടെന്ന് റിവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ബ്രെയിനിന്റെ ചില ഭാഗങ്ങൾ വേണ്ടത്ര വികസിക്കാത്തതുകൊണ്ടാകാം. എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ ഉടനെ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന ശീലം നിനക്കുണ്ടോ? ഇതിനെയാണ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഉയർന്ന ബുദ്ധിയുള്ളവർ എപ്പോഴും സ്വയം വിലയിരുത്താൻ തയ്യാറാകും. എന്നാൽ ബുദ്ധിപരമായ പ്രോസസ്സിംഗ് കുറഞ്ഞവർ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എപ്പോഴും ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യം നിന്നെ ശരിക്കും ഞെട്ടിക്കും. ഒരു കാര്യം ഒന്നുകിൽ നല്ലത് അല്ലെങ്കിൽ ചീത്ത, ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ്, ഇങ്ങനെ രണ്ട് വശങ്ങളിലൂടെ മാത്രം നീ ചിന്തിക്കാറുണ്ടോ? ഇതിനെ സൈക്കോളജിയിൽ ഡൈക്കോട്ടമസ് തിങ്കിംഗ് എന്ന് വിളിക്കും. ഉയർന്ന IQ ഉള്ളവർക്ക് കാര്യങ്ങളുടെ സങ്കീർണത മനസ്സിലാക്കാൻ പറ്റും. അവർ ശരിക്കും ആ ഗ്രേ ഏരിയകൾ കൂടി തിരിച്ചറിയും. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ എടുക്കാനോ സ്ക്രോൾ ചെയ്യാനോ തോന്നുന്നുണ്ടോ? ഇതൊരു അറ്റൻഷണൽ ഡിസ്റെഗുലേഷന്റെ ലക്ഷണമാണ്. ഒരു കാര്യത്തിൽ ആഴത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുക എന്നത് ഉയർന്ന ബുദ്ധിശക്തിയുടെ അടയാളമാണ്. എപ്പോഴും ഡിസ്ട്രാക്ഷൻ തിരയുന്ന ബ്രെയിൻ ശരിക്കും ഒരു ലോ എഫേർട്ട് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യത്തെക്കുറിച്ച് വലിയ അറിവില്ലെങ്കിലും ഇതൊക്കെ എനിക്ക് അറിയാം എന്നൊരു അമിത ആത്മവിശ്വാസം നിനക്കുണ്ടോ? ഇതിനെയാണ് ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. സൈക്കോളജി പറയുന്നത് ഏറ്റവും കൂടുതൽ അറിവുള്ളവർ എപ്പോഴും വിനയമുള്ളവരായിരിക്കും എന്നാണ്. യഥാർത്ഥ ബുദ്ധിശക്തിയുള്ളവർ തങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടെന്ന് സമ്മതിക്കാൻ മടിക്കില്ല. അതുകൊണ്ടെടാ, ഈ ശീലങ്ങൾ ഏതെങ്കിലും നിന്നിലുണ്ടെങ്കിൽ പേടിക്കേണ്ട. ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നത് തന്നെ നിന്റെ ബുദ്ധിയുടെ ലക്ഷണമാണ്. നമ്മുടെ ബ്രെയിനിന് മാറാൻ കഴിയും. ഇതിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നിന്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഈ ചാനൽ കൂടെയുണ്ടാകും. ഇതുപോലെയുള്ള സൈക്കോളജി വീഡിയോകൾ ഇനിയും കാണാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്.